ഭൂപടങ്ങളിലൊരിഞ്ച നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയെറിഞ്ഞു ഭൂപടങ്ങളിലൊരിഞ്ച നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. അമ്പത്തൊന്ന് യുവതികളെ മല കയറ്റിയതിന്റെ സന്തോഷമായിരിക്കും. അതിനെന്ത് സന്തോഷിക്കാൻ, എത്രയോ ലക്ഷം പെണ്ണുങ്ങൾ അവിടെ കയറിയിരിക്കുന്നു. ഞാനത് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകൂല. എന്നാലും ഈ സന്തോഷത്തിന്റെ ഗുട്ടൻസ് എന്താന്നൊന്ന് പറ. ഞങ്ങളുടെ ഭരണത്തിന്റെ 1000 ദിവസം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഒരു നാടകം. എപ്പോ വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കാലോ. എന്നാലും ഈ ദിവസങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ള ആഘോഷം ആദ്യമായിട്ടാ. കഷ്ടം. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ലീഗിനാ ഇപ്പൊ കഷ്ടകാലം അല്ലേ സാറേ? ഇന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥി 88 വോട്ടിന് ജയിച്ചത് ഞങ്ങളതത്ര വലിയ കാര്യമൊക്കെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോഴേ അഴീക്കോട് MLA ഷാജിമോന്റെ കാര്യമോ? വലിയ കാര്യമായിപ്പോയി. മുൻ ലീഗ് നേതാവ് നിങ്ങളുടെ സഹായത്തോടു കൂടിയാണല്ലോ ജയിച്ച് MLA ആയത്. അത് കോടതി റദ്ദ് ചെയ്തതിലൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. വി ആർ സ്റ്റാൻഡേർഡ് പാർട്ടി. നിങ്ങളുടെ പാർട്ടിക്ക് സന്തോഷിക്കാനേ നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ വെറും ബിഗ് സീറോ. ഈ 0 വലുതാക്കി വരച്ചാൽ ഭൂമിയാകും. അത് മറക്കണ്ട. ഈ 1000 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിലേ 100 ദിവസം പോലും സ്വസ്ഥമായി ഭരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതിൽ ഭരണപരമായ കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ പറ്റിയോ? എനിക്ക് 5 വർഷം ഭരിക്കാൻ കിട്ടിയാൽ 5 വർഷം ഞാൻ തകർത്ത് ഭരിച്ചിരുന്നു. അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് മരിക്കില്ല എന്ന് ഞങ്ങൾ എഴുതി വാങ്ങിക്കും. മാത്രമല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യരുതെന്ന് കോടതിയോട് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്യും. അതാണല്ലോ ഈ മാൻ കി ബാത്ത് എന്ന് പറയുന്നത്. അല്ല, ഇത് ആശാനോ? എനിക്ക് ഇടുക്കി ഡാമൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവിടെ തന്നെ ഉണ്ട്. ഇടക്കൊക്കെ തുറന്നു വിടണ്ടേ? ഇതാര് ആശാനോ? ഞാൻ പ്രതിപക്ഷത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതെ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളുടെ പാർട്ടിക്ക് നാണമെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അത് കൊള്ളാമല്ലോ. അത് നിങ്ങളുടെ പാർട്ടിയേക്കാൾ കൂടുതലുള്ളത് ഏതായാലും ഞങ്ങളുടെ പാർട്ടിക്കാണ്. എന്താ കാര്യം? ആ ആലപ്പാട്ട സമരത്തിൻ്റെ കാര്യമാ. നിങ്ങളുടെ നേതാക്കളൊക്കെ ഇപ്പം അവരുടെ പിന്നാലെയാണെന്ന് അറിഞ്ഞു. അതിനെന്താ തെറ്റ്? ഒരു ജനകീയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അതിൽ കൂടെ നിൽക്കുന്നതും നല്ല കാര്യമല്ലേ? എന്തിനാ നയിക്കുന്നത്? ആ ഉണ്ട. നിങ്ങൾ ഈ പറഞ്ഞ ജനകീയ സമരവും ജനങ്ങളൊക്കെ മിനിയാന്നാളും ഉണ്ടായതല്ല, കൊല്ലം കുറേ ആയി. സമരത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴാ സമയം ഉണ്ടായത്. എന്തേ? ഇപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റല്ലോ. ഉറങ്ങിക്കോ. നിങ്ങളൊന്നും ഗൾഫിലല്ലാതിരുന്നത് നന്നായി. അല്ലെങ്കിലേ പെട്രോൾ എടുക്കരുതെന്നും പറഞ്ഞ് സമരം ചെയ്താനേ. ദേ, കേരളത്തിൻ്റെ പ്രതിപക്ഷം വരുന്ന ഉറങ്ങുന്നു. ആശാനും പാർട്ടിക്കാരും തന്നെ ഇത് പറയണം. In USA? Yeah, its Congress is there, huh? And oh, wow, it's a surprise, huh? Yeah, its Congress is there in South Africa also. And Uganda. Right, it's okay now. Yes, sir. You know, there are plenty of Congress all over the world. പിന്നെ ഞാനെന്തിനു ഭയക്കണം? സർ, നമ്മുടെ ചിന്നത്തല സാറേ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. Which kind of വെല്ലുവിളി? പ്രധാനമന്ത്രിയെ കേരളത്തിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. ഓ, utter stupidity. ആ ചിഹ്നത്തിലെ വിളിച്ച് അത് തിരുത്താൻ പറയൂ. സർ, അതത്ര കാര്യമായി എടുക്കണോ? പറഞ്ഞത് ചിന്നത്തല സാറാണല്ലോ. നോ, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഇന്റർനാഷണൽ തിങ്കറാണ്. അദ്ദേഹം ഈ വെല്ലുവിളി സ്വീകരിച്ചാൽ നമുക്ക് നഷ്ടമാവുന്ന ഈ സീറ്റാണ്. അണ്ടർസ്റ്റാൻഡ്? സർ, നമ്മൾ നടത്തിയ സർവേ ഫലം ഇനി മാർക്കിട്ടാൽ മതി. ആലപ്പുഴ സീറ്റ് മിസ്റ്റർ വേണു. ഓ, ഐ നോ ഹിം. പപ്പൻ തുപ്പൻ, ഹു ഈസ് ഹി? തിരുവനന്തപുരം സീറ്റ്
തരൂർ, ഐ നോ ഹിം, ഐ നോ. കാന്തർ, പാന്തർ. ഓ, ആലപ്പുഴയിൽ വേണു 190 മാർക്ക്. ആൻഡ് തിരുവനന്തപുരം സീറ്റിൽ തരൂർ 199 മാർക്ക്. സാർ എന്താ ഇത്? ടോട്ടൽ മാർക്ക് 100-ലാ. ഓ, എന്താണോ ഇത്? അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണോ അന്വേഷിപ്പിക്കുന്നത്? ഞാനൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലേ? സോറി സാർ. സാർ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. കേന്ദ്ര പാർട്ടി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഒരു ആപ്പ് കൂടി ഇറക്കിയിട്ടുണ്ട്. ആപ്പിറക്കിയോ? നമ്മൾ ആപ്പിലാവോ? അല്ല, ഈ റാഫേൽ അഴിമതി നിങ്ങളെയും കൊണ്ടുപോകുമെന്നാ തോന്നുന്നത്. അതെന്താ അച്ചുമാമ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അച്ചുമാമ, അച്ചുമാമൻ ഒരുമാതിരി കടത്തണ്ണയിലിരുന്ന് വെടിവർത്താനം പറയുന്ന കാർന്നോമാരുടെ നിലവാരത്തിലേക്ക് തരം താഴരുത്. വെടിയല്ലടോ, താരെന്താ ഈ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. സത്യം? ഈ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം പലതും പറയും, പക്ഷെ സത്യമാണോ എന്ന് നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. അല്ല, വായിക്കാതിരിക്കുന്നത് കൂടുതൽ ബുദ്ധി. ഓരോ ദിവസവും ചീഞ്ഞു നാറിയ കഥകളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അച്ചുമാമ ഈ വളച്ചുകെട്ടില്ലാതെ എന്താണ് കറക്റ്റ് വാർത്തയെന്ന് പറഞ്ഞു. അതേ താനം, നമ്മുടെ വിമാന കമ്പനി വേറെ ഏതൊക്കെയോ രാജ്യങ്ങൾക്ക് വിമാനം കൊടുക്കാമെന്ന് പറഞ്ഞ കരാറ് ലീക്കായെന്ന്. നമ്മുടെ രാജ്യം കൊടുക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ പത്രക്കാരുടെ തള്ളാണ് അച്ചുമാമ. ഈ വിമാനം എന്താ വില കുറച്ച് കൊടുക്കാൻ മത്തിയോ അയിലോ വല്ലതും ആണോ? അല്ല ഇരുന്നാൽ ഇത് ചീഞ്ഞു പോകത്തൊന്നും ഇല്ലല്ലോ. അല്ല, ഈ മത്തി ചീഞ്ഞാൽ തെങ്ങിന് വളമായിട്ട് ഉപയോഗിക്കാം. ഈ റാഫേല് ചീഞ്ഞാൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് മൂടും? വിമാനമൊക്കെ അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എടോ, വില കുറച്ചതായിരിക്കില്ല, പിന്നെ അത് തന്നെയായിരിക്കും ശരിക്കുള്ള വില. വില കൂട്ടിയാലല്ലേ കമ്മീഷൻ കൂട്ടി ചോദിക്കാൻ പറ്റൂ. എടോ, പാർട്ടി വളരണ്ടേ, ഇലക്ഷൻ പൊടിപൊടിക്കണ്ടേ? ഈ ഇലക്ഷനുള്ള ഫണ്ടൊക്കെ ഞങ്ങൾ വേറെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ബക്കറ്റുമായിട്ട് നടന്ന് ആളുകളെ പറ്റിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം തൽക്കാലം ഞങ്ങൾക്കില്ല. അതെ, ജനങ്ങളെ പറ്റിക്കാതെ കാശുണ്ടാക്കാൻ ഒരു പാർട്ടിയും പണം കായ്ക്കുന്ന മരം നട്ടു വളർത്തിയതായിട്ട് എനിക്കറിയില്ല. താനൊന്ന് ചുമ്മാതിരിയടോ. അല്ല പിന്നെ സഖാവേ, ഈ വാർത്തയിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഈ വിലക്കുറവ് ഒരു പക്ഷേ നമുക്ക് ഈ വിമാന കമ്പനികളുടെ ഉത്സവകാല ഓഫറുകൾ വല്ലതും ആയിരിക്കാം. ഈ ഓണത്തിനും വിഷുവിനും റംസാനൊക്കെ ഉണ്ടാവുമല്ലോ. ഈ വിമാന കമ്പനിയുടെ ഉത്സവ ആഘോഷ ഓഫർ കൊള്ളാം. ആകാശം എങ്ങനെ വിശാലമായിട്ട് കിടക്കുകയല്ലേ, ആഘോഷിക്കാമല്ലോ. സത്യം പറയാൻ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം ഞാനങ്ങെടുക്കും. എടോ, താങ്കളെ പോലുള്ളവരുടെ വില കുറയാതെ നോക്കിക്കോ. പിന്നെ ഓഫർ ഇട്ടാലും ആരും വാങ്ങിക്കുകയല്ല. ആശാനെ, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുക. തനിക്കെന്താ ലൂസുണ്ടോ? അതെന്താ ആശാനെ അങ്ങനെ പറഞ്ഞു? എന്തിനാടോ കുരിശെടുത്ത് തലയിൽ വെക്കുന്നത്? അതൊന്നും ഒരു കുരിശല്ല ആശാനെ. ലോൺ എടുത്തൊരു കാർ വാങ്ങിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനെ എൻ്റെ ഉപദേശം തേടാൻ നിൽക്കണ്ട. ഉപദേശം തന്നെ ആശാനെ എൻ്റെ ലക്ഷ്യം. അതെന്നാ പറച്ചിലാടോ? ആശാനെ, സ്വന്തമായി വാഹനമുള്ളതിൽ മഹാഭൂരിപക്ഷം ആൾക്കാർക്കും നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അതിനെ താനെന്ത് ചെയ്യും? ഞാനേ ഒരു പുസ്തകം എഴുതും. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ സജീവമാവും. പിന്നെ ചാനലിലൊക്കെ ചർച്ചയിലൊക്കെ വരും. എടാ കൊച്ചനെ, പാർട്ടിയുടെ അനുമതി ഇല്ലാതെ വേണ്ടാത്ത പണിക്കൊന്നും പോകരുതട്ടാ. ഇതൊക്കെ എൻ്റെ വളർച്ചയ്ക്കല്ലയോ ആശാനെ? എടോ, തൻ്റെ പാർട്ടി വളർച്ച എന്ന് വെച്ചാലേ പത്രത്തിൽ ആളെ ചേർക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, സംഭാവന വിരിക്കുക, കല്ലെറിയുക, പാർട്ടി വിരുദ്ധരെ കണ്ടെത്തുക. ഇതൊക്കെയാണ് തൻ്റെ പാർട്ടി വളർച്ച. എന്താ ആശാനെ ഇങ്ങനൊക്കെ പറയുന്നത്? എടോ, ഞാൻ കാലികമായി ചിന്തിക്കുന്ന ഒരു സഖാവാണ്.
എനിക്ക് മനസ്സിലായില്ല സാറേ. എടോ ഈ കോടതി ശിക്ഷ വിധിക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയാമോ? കോടതി ഒരു കേസിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പൊതുവെ ശിക്ഷ വിധിക്കുന്നത്. എടോ ബ്രദർ ബ്രാങ്കോക്കെതിരെ പീഡന കേസ് വന്നത് തനിക്കറിയാമോ? പിന്നെ അറിയാം. അയാൾക്കെതിരെ സിസ്റ്റർ ലൂസിയാമ്മ ഉണ്ടല്ലോ, ഉപദേശകവുമായി വന്നത് തനിക്കറിയാമോ? അറിയാം. അവരെ ഡ്രൈവിംഗ് പഠിച്ചു, ലോൺ എടുത്ത് കാറ് വാങ്ങിച്ചു, പുസ്തകം എഴുതി. ഇപ്പേണ്ടല്ല, പള്ളിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുക. അതെങ്ങനെ ആചാരം ഞാനുമായിട്ട് ബന്ധപ്പെടുന്നു? എടോ പള്ളിക്ക് നക്ഷത്രമുണ്ട്, പാർട്ടിക്ക് നക്ഷത്രമുണ്ട്. അത് ശരിയാണല്ലോ. ഇനിയേ ഈ കാര്യം മറ്റാരുമായിട്ട് ചർച്ച ചെയ്യരുത്. അതെന്താ? ചെയ്താലേ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളയും. ആശാനെ, ഞങ്ങള് കുടുംബപരമായിട്ട് പാർട്ടിയിലുള്ളവരാ. എടോ ഈ വിശ്വാസത്തെക്കുറിച്ചും കേഡർ സമ്പ്രദായത്തെക്കുറിച്ചും തനിക്ക് എന്തറിയാം? ചുമ്മാതല്ല ശബരിമല നിരീക്ഷണ സമിതി സർക്കാരിനെതിരെ റിപ്പോർട്ട് കൊടുത്തത്. എന്നതാ? ഒന്നുമില്ല, ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ ആശാനെ. കേട്ടില്ല VS? പ്രളയാനന്തര സെസ്സിൽ നിന്നും 1000 കോടിയാ ഈ 2 വർഷത്തിനുള്ളിൽ കിട്ടാൻ പോകുന്നത്. ഒരു പണിയും ചെയ്യാതെ ഇത്രയും തുക മേടിക്കുന്ന ആദ്യത്തെ സർക്കാരാണ് ഇത്. ധനമന്ത്രി തോമാച്ചനാണല്ലോ പറയുന്നത് എന്നതോർത്ത് ഞാൻ അതിനത്ര ഗൗരവം കൊടുത്തിട്ടില്ല. താൻ വലിയ ധനകാര്യ വിദഗ്ധനാണല്ലോ. ഉള്ളതാണോ? കൈയിട്ട് വാരിയില്ലെങ്കിലും കിട്ടും, അതാണല്ലോ അനുഭവം. അതെനിക്ക് ഉറപ്പു പറയാൻ കഴിയില്ല. കാരണം ഞാനല്ലല്ലോ മുഖ്യമന്ത്രി. നിങ്ങളുടെ ഭരണത്തിൽ നിന്ന് പോയാൽ കിട്ടുന്ന രണം ആണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. ഈ സ്വകാര്യ സ്വത്ത് കത്തിക്കുന്നവർക്ക് 10 വർഷം തടവും ശിക്ഷയും നൽകുന്ന ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മിസ്റ്റർ കുഞ്ഞുഞ്ഞെ, അതിന്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായില്ല. അങ്ങ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയറിൽ അങ്ങ് പിടിച്ചിരുന്നാ മതി. കുഞ്ഞുഞ്ഞ് നമ്മുടെ ഗാന്ധി മോനെ പോലെ സംസാരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുള്ള പാർട്ടി ഏതാ? കുഞ്ഞുഞ്ഞ്, അത് നമ്മുടെ പാർട്ടിയല്ലേ. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ജനങ്ങളുടെ ഹൃദയത്തില്ല. പൂട്ടും വേണ്ട, താക്കോലും വേണ്ട, പുട്ടടിച്ചങ്ങിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പാർട്ടി ഏതാ? അതും നമ്മുടെ പാർട്ടിയാ. അതാണ് ഓർഡിനൻസ് രഹസ്യം. സ്വന്തം സ്വത്ത് കൊള്ളയടിക്കാൻ ഏതെങ്കിലും കൊള്ളക്കാർ കൂട്ടുനിൽക്കൂ? ആക്ച്വലി ഈ സംവരണത്തോട് എനിക്ക് മനസ്സുകൊണ്ട് വലിയ താല്പര്യമില്ല. പിന്നീടാണ് മനസ്സിലായത് പാർട്ടിയുടെ നിലപാട് തന്നെ ആയിരിക്കണമല്ലോ എൻ്റേതും. എന്നെ അത്ഭുതപ്പെടുത്തിയത് CMൻ്റെ പ്രതികരണമാണ്. പിന്നീട് മയപ്പെടുത്തിയെങ്കിലും ആദ്യം വളരെയധികം ആശ്ചര്യത്തോടു കൂടി, ഹർഷാരവത്തോടു കൂടിയാണ് സഖാക്കൾ ഉൾപ്പെടെ ഇതിനെ വരവേറ്റത്. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കി തരുന്നത്. അതിനകത്തുള്ള ഒരു ഷോക്കിൽ ഞങ്ങളെല്ലാം പറന്നുപോയി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത്തവണ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള വോട്ട് ബാങ്ക് ഏതാണെന്ന് പോലും ഞാൻ അവസരത്തിൽ പറന്നുപോയി. പക്ഷേ തിരിച്ചറിവുണ്ടായപ്പോൾ ഞങ്ങളിതെല്ലാം തെറ്റിദ്ധരുത്തുകയുണ്ടായി. അത് തിരുത്തിയത് വളരെ നന്നായി. ഇല്ലെങ്കിൽ പിടിച്ചെടുത്തുമില്ല നിന്നിടത്തുമില്ലാത്തൊരവസ്ഥയായി പോയേനെ. ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നയമാണ്. അതിലും നല്ലത് തെറ്റ് പറ്റാതെ നോക്കിയാൽ പോരെ. സാറേ, എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു സാറേ. സംസ്ഥാനത്തോടാണോ അതോ കേന്ദ്രത്തോടാണോ? മനസ്സിലായോ സാറേ? അല്ല, മുഖ്യമന്ത്രിയോടാണോ അതോ കേന്ദ്രമന്ത്രിയോടാണോ? ഒരിക്കലും എന്നോടാവാൻ വഴിയില്ല. കാരണം ഞാൻ പരാതിയില്ലാതെ ഭരിക്കുന്ന ഒരു ഭരണാധിപനാണ്. ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? നിങ്ങൾ ആരാണ്? എന്താണ് വേണ്ടത്? ഞാൻ വരുന്ന ആലപ്പാട് നിന്നാണ് സാറേ. സാർ ആ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഊണിലും ഉറക്കത്തിലും എനിക്ക് ആലപ്പാട്ടുകാരെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവരുടെ വേവലാതികളാണ് എന്നെ ഉറക്കം കെടുത്തുന്നത്. ഞങ്ങളും ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? എന്നിട്ടാണ് സാറേ സാറിൻ്റെ മന്ത്രിമാർ ഒരു കരുണയില്ലാതെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അതിനെപ്പറ്റി ഞാനത് പഠിക്കട്ടെ. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. നിങ്ങളാരും എന്നെ പഠിപ്പിക്കണ്ട. ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. കേന്ദ്രമെന്ന് പറയുന്നത് ഡൽഹിയിലാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇത് ഡൽഹിയിൽ പോയി പ്രശ്നം പരിഹരിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. എൻ്റെ പൊന്നു സാറേ, മാറി മാറി വരുന്ന സർക്കാരുകൾ പഠിച്ചാണ് ആ സ്ഥലം ഇപ്പോൾ ഈ സ്ഥിതിയായത്. ഇനി സാറുമാരും കൂടി പഠിക്കാൻ പോവുകയാണെങ്കിൽ
ഒരു കാര്യമേ പറയാനുള്ളൂ, ഒന്ന് വേഗത്തിലാകണം. കാരണം ഒരു വേലിയേറ്റം വന്നാൽ പിന്നെ ആ സ്ഥലം അവിടെ കാണത്തില്ല. ഒന്ന് ഉറപ്പിച്ചു എന്നുള്ളൂ സാറേ. അപ്പോൾ വേലിയേറ്റത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. കറക്റ്റ്, നമുക്കത് ആദ്യം പഠിക്കാം. സീ വാഷ്, സാൻഡ് വാഷ്, സർക്കാരിന്റെ ഹാൻഡ് വാഷ്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ബ്രെയിൻ വാഷ്. എന്നാണാവോ ജനങ്ങൾ വാഷ് ഔട്ട് എന്ന് പറഞ്ഞിറങ്ങുന്നത്? അതിനു മുമ്പ് വാഷ് ചെയ്ത് എല്ലാം ശരിയാക്കുമായിരിക്കും അല്ലേ?